ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ തെളിവുകൾ സഹിതം, അതായത് നിലവിലെ ശബരിമല മേൽശാന്തിയെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട്, അതായത് ക്രമവിരുദ്ധമായ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചുകൊണ്ടാണ് 10 വർഷം തുടർച്ചയായി വിവിധ ക്ഷേത്രങ്ങളിൽ ഈ പൂജകൾ ചെയ്തയാളായിരിക്കണം എന്നതാണ് വ്യവസ്ഥ. ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രമവിരുദ്ധമായി മേൽശാന്തി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് വന്നത് എന്നാണ് അതിന്റെ വാർത്ത. ഞാനിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതേ ഉള്ളൂ. എൻ്റെ കാലത്ത് ചെയ്തതല്ല, കഴിഞ്ഞ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പുതിയ മേൽശാന്തി നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ആയി. ഏതായാലും ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് അത് പരിശോധിക്കുക മാത്രമല്ല, ഇനി നടത്താൻ പോകുന്ന മേൽശാന്തി നിയമനത്തിൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഈ വാർത്ത എനിക്കൊരു പ്രേരണയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനൊന്നും ഒരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിച്ചല്ലേ പറ്റുള്ളൂ. കാരണം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ വാർത്ത ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അത് നോക്കാം. ഏതായാലും പുതിയ മേൽശാന്തി നിയമനത്തിലേക്കുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ചെയ്യാൻ ഈ വാർത്ത ഒരു പ്രേരണയായി, അത് ഭഗവാന്റെ ഇച്ഛയായിട്ടാണ് ഞാൻ കരുതുന്നത്. സർ, ഒരു കാര്യം, ദേവസ്വം ബോർഡ് എന്ന യോഗം കൂടുമ്പോഴേക്കും ഒരു മെമ്പർക്കെതിരെ തന്നെ വകുപ്പ് മന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് SIT കത്ത് നൽകിയൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു പദ്ധതിയിൽ തന്നെ ഇപ്പോൾ തുടരുന്നൊരു സാഹചര്യമാണ് ഈ ബോർഡ് യോഗത്തിന്. വാക്കുകളാണ് കേട്ടത്. വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. മുൻ ഭരണസമിതിയുടെ കാലത്തുണ്ടായ കാര്യമാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഇനിയുള്ള നിയമനത്തിൽ കൂടുതൽ കൃത്യത പാലിക്കണം, ശ്രദ്ധയുണ്ടാകുമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.